ഹലോ, ഇന്ന് രാവിലെ തൊട്ട് ദിവ്യ കൃഷ്ണ, അതായത് ഒ ബൈ ഒ സിയുടെ ബൊറ്റീക്കിൻ്റെ ഓണറാണ്. കൃഷ്ണകുമാർ സാറിൻ്റെ മോളുമാണ്. കൃഷ്ണകുമാർ സാർ നമ്മുടെ BJPയുടെ വലിയ കുണാണ്ടറാണ്, അറിയാമല്ലോ. ഇന്ന് രാവിലെ അച്ഛനും മോളും കൂടെ കുറേ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാൻ കണ്ടു കുറേ ചാനലിൽ. പക്ഷേ കുറേ ഇറഗുലാരിറ്റി എനിക്ക് തോന്നി ഈ ഒരു സംഭവത്തിൽ. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഈ ഗർഭിണിയതിനു ശേഷമുള്ള ഇപ്പോഴത്തെ ഈ 5-6 മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പ് എന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ്, സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും. അതായത് QR കോഡ് ഇന്ന് വളരെ എളുപ്പമാണല്ലോ, എല്ലാവരും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് QR കോഡ് വെച്ച് അപ്പോൾ തെളിവായല്ലോ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ QR കോഡാണ് ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് QR കോഡ് രണ്ട് രീതിയിൽ ചെയ്യാം. പേഴ്സണലിലും QR കോഡ് ചെയ്യാം, ആ കമ്പനിയുടെ പേരിലും QR കോഡ് ചെയ്യാം. ഒരു 1000 രൂപ എന്തിരിക്കട്ടെ, 1000 രൂപ QR കോഡ് ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളിൽ മറ്റേ QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവർ QR കോഡ് ഒന്ന് കാണിക്കുന്നു. പലരും ചോദിച്ചു, ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. ഇത് ഞാൻ പല കടകളിൽ ഒരു ചെറുകിട കടകളിലൊക്കെ ഞാൻ പോയപ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ QR കോഡ് വർക്ക് ചെയ്യാത്ത സമയങ്ങളുണ്ട്. നെറ്റ്വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പേഴ്സണലിൽ എടുക്കാറുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലുള്ള പേര് കേട്ട ഒരു ഏജൻസിയിൽ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ QR കോഡ് കൊടുക്കുന്നത് അതെനിക്കൊരു എന്താ പറയുന്നത്, എനിക്കതങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. ഇവർ ക്യാമറ ഉണ്ട്, ഇവർക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇവരുടെ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റാഫിൻ്റെ QR കോഡ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഇവർക്ക് ഇത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു. 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ. ഇവരെന്തോ ചെയ്തുകൊണ്ടിരുന്ന എത്രയും നാള്? ഇവർക്ക് സ്റ്റോക്ക് എടുപ്പില്ലേ? ഈ QR കോഡ്സ് ഇവരുടെ ഓരോരോ ഐറ്റത്തിനും QR കോഡ് കാണത്തില്ലേ? അപ്പോൾ ഇവർ ആ QR കോഡ് സ്കാൻ ചെയ്ത് വിടുമ്പോഴത്തേക്ക്, അത് വിൽക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവത്തില്ലേ? പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം. 69 ലക്ഷം രൂപ. ഇതെന്തോ വെള്ളരിക്കാപ്പട്ടണോടെ ഇത്? നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് 69 ലക്ഷം രൂപ അവരുടെ സ്വന്തം അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അത്. നിങ്ങളറിയാതെ അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമോ? ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻസ്. അതെന്താണെങ്കിലും നിങ്ങൾക്കൊരു e-commerce പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. അത് തെറിവിളി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലാതെ ഇവർക്ക് പല അലിഗേഷൻസ് ഉണ്ട്. പലരും ചോദിച്ചു, ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. അത് പുള്ളിക്കാരി സൂയില്ലാത്ത അക്കൗണ്ടിന്റെ നമ്പറാണ്. എന്തിന് ഇതിനകത്ത് ഒരു കുട്ടി ഇതിനകത്ത് എന്തോ O/OC വരെ ഒരു QR കോഡ് ഉണ്ടാക്കിയിരുന്നു. O/OCയുടെ ഒരു QR കോഡ് ഇതിൻ്റെ ഒരു സ്റ്റാഫ് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. അതങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹം വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ഈ സ്റ്റാഫ്, ഈ ലേഡീസ് സ്റ്റാഫുകളെ കണ്ടാൽ തന്നെ അറിയാം ഇതിലെന്തോ ഉടായ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അതുവരെ പറയുന്നു എന്തോ എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. ഈ പെൺകുട്ടികളുടെ മുഖം വെളിവരിക്കണം. പെൺകുട്ടികളാണ് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്നവർ. ഇത് വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷെ ഇവർ കൊണ്ടുകൊടുത്തിരിക്കുന്നു. ഇവർ ശ്രമിച്ചു എന്ന് 3 പെൺപിള്ളേരുടെയും ഫേസ് വരാതിരിക്കാൻ ഇവർക്കൊരു കല്യാണ ആലോചന, ഇവർക്കൊരു ജീവിതം കാരണം ഇവർ ശ്രമിച്ചു എന്ന്. ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരാതി ആലോചിക്കണം. ഇവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലൂടെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. ആദ്യം പരാതി അല്ല ഞങ്ങളാണ്. നമ്മുടെ റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ടല്ലേ ആദ്യം പരാതി കൊടുത്ത ആരാന്ന്? പരാതി കൊടുത്തത് ഇദ്ദേഹമാണ്. നമ്മൾ ലോജിക്കലി ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു 3 പെൺപിള്ളേർ ജോലി ചെയ്യുന്നു. ഇവരുമായിട്ട് എന്തെങ്കിലും ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞിട്ട് അവരെ പിരിച്ചുവിടാൻ 3 പേര് ഒരുമിച്ച്, 3 പേര് ഒരുമിച്ച് മിസ്റ്റർ കൃഷ്ണകുമാറിൻ്റെ മണ്ഡലത്തിലുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. അവർ ഇത്രയും നാളായിട്ട് ഈ വെട്ടിപ്പുകളും നടത്തിയിട്ട് ഇവരറിയാതെ എന്നിട്ട് വേറൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് പറയുന്നത് ഒരു 8 ലക്ഷം രൂപ ഇവർ കൊണ്ടുവന്ന് തന്നു പോലും. പക്ഷെ ക്യാഷായിട്ട് കൊണ്ടു തന്ന് അതൊന്നും ഇവർ വീഡിയോ എടുത്തിട്ടില്ല. എന്തോ ആണോ? ഇവർ ഈ പരാതി ഇല്ലെന്നു പോയതിനു ശേഷം മോളെ ഒരു ദിവസം രാത്രി വിളിച്ചത് ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ കിട്ടില്ല. അങ്ങനെ AC-ക്ക് തന്നെ നേരിട്ടുകൊണ്ട് പരാതി കൊടുക്കും. പരാതി കൊടുത്തെന്ന് അറിഞ്ഞിട്ട് ഇവർ കൗണ്ടർ കേസ് കൊടുത്തു. ഇതിന് കൗണ്ടർ കേസ് മാത്രമാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ വേറൊരു ചാനലിൽ ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നത് ഇവരെ വിളിച്ചു വരുത്തി തെറ്റ് സമ്മതിച്ചതിന് ശേഷം അവർ 8 ലക്ഷം രൂപയും പിന്നെ കുറച്ച് കാശൊക്കെ ഇവർ കൊണ്ടുവന്ന് കൊടുത്തു. അതിൻ്റെ വീഡിയോ ഇല്ല, ഒന്നുമില്ല. അത് ക്യാഷായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തുവാടേ ഇത്? പക്ഷെ കൗണ്ടർ കേസിൽ ഇത്രയും സ്ട്രോങ് ഒരു നടപടി എടുക്കുന്ന എനിക്കൊന്ന് പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. കാരണം ഇന്നിപ്പോൾ ഇതുവരെ എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. എന്നെ അറിയാൻ കഴിഞ്ഞത്
എനിക്കും എൻ്റെ കുടുംബത്തിലെ മറ്റ് 5 അംഗങ്ങളെ, എൻ്റെ ഭാര്യ, മക്കളെ എല്ലാവരും കൂടിയിട്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. തട്ടി ഒരു സെലിബ്രിറ്റി ഫാമിലിയെ സെലിബ്രിറ്റീസാണ്. അപ്പോൾ സെലിബ്രിറ്റീസുകാർക്ക് എന്തും പറയാം. സത്യം പറഞ്ഞാൽ ആ 3 കുട്ടികളുടെ ഫോട്ടോസും അവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടതാണ്. ഒരു സാധാരണപ്പെട്ട ഫാമിലിയിലുള്ള കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക്, ഇദ്ദേഹത്തിൻ്റെ മോളും പറഞ്ഞ സ്ഥിതിക്ക് ഒരു 6-7 മാസമായിട്ട് ഈ പരിപാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇവർക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിട്ടും CCTV ഉണ്ടായിട്ടും ഇത്രയും 69 ലക്ഷം രൂപ പറ്റിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കൊണ്ടുപോകൽ, പിന്നെ എന്തോ ധനാപകരണം, എന്തൊക്കെയോ എന്താ വകുപ്പ് എനിക്കറിയില്ല, കണ്ടിട്ടില്ല. ഇത് പ്രകാരം അറസ്റ്റ് ചെയ്യുന്നത്, അത് തീയതി നോക്കണം, അവധി വെച്ചാണ് ഈ വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. എല്ലാത്തരം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. ഒന്ന്, ഈ QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഇവരിവിടെ വന്നിറങ്ങുന്നത്, ഇവിടെ നിന്ന് പോകുന്നത്, ഫ്ലാറ്റിലെ CCTV വീഡിയോ, എല്ലാ തെളിവും ഇതിന്റെ പോലീസ് ഈ സർവ്വം. ഇവരുടെ CCTV വരുന്ന ഇവരുടെ സ്റ്റാഫല്ലേ, ഇവരുടെ വീട്ടിൽ വരാതിരിക്കുമോ? ഇതൊക്കെയാണോ തെളിവ്? പിന്നെ QR കോഡ് അതിപ്പോൾ എന്ത്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതൊരു നോർമൽ ട്രാൻസാക്ഷൻ നടക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നു. സർവത്ര എവിഡൻസ് എടുത്തുകൊണ്ട് പോയി എന്തൊക്കെ വേണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒരിടത്തോട് ഞാനും മക്കളായിട്ട് ഒരു ഫംഗ്ഷൻ പോയിട്ട് രാത്രി വരുന്നു, മക്കളുടെ മുമ്പിലത്തെ കാറി വരുന്നു. ഇത് വേറൊരു സംഭവം. കുറച്ച് വൈകി ഒരു 1.5 കിലോമീറ്റർ ബാക്കിൽ എന്റെ മുമ്പിൽ ഈ ബൈക്കിന്റെ കാറിന്റെ സൈഡിൽ കൂടി ബൈക്കിൽ ഒരാൾ കൈ കാണിക്കുന്ന, ലൈറ്റ് ഇട്ട് കാണിക്കുന്നു. ഇതൊക്കെ വീഡിയോ ഉണ്ട്. ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞിട്ടില്ല, പരാതിപ്പെട്ടിട്ടില്ല. ഊരത്തേറി മറ്റേ കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്താൽ പറഞ്ഞു. ഈ ഇടയ്ക്ക് അങ്ങോട്ട് സംഭവിച്ചാൽ പോലും ആരോ വന്നിട്ട് തെറി വിളിച്ചെന്ന്. ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ ഇവരിത് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലേ? ഇവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സോഷ്യൽ മീഡിയ ഇടുന്ന ഈ വീഡിയോ ഇവർ ഇട്ടില്ല. എന്നിട്ട് ഇപ്പം ഈ കാര്യം എടുത്ത് പറയുവാണ്. എനിക്കറിയാം. ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് സുമാരൻ സാറിന്റെ ഡയലോഗായിട്ടാണ് തോന്നിയത്. പറഞ്ഞിട്ട് വരുത്തും പോകും. ഞാൻ എൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സുരക്ഷ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ എന്നെ ജയിപ്പിക്കുക, അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സർക്കാരിൽ എനിക്ക് ഒരു വിശ്വാസം വെച്ച് കഴിഞ്ഞാൽ ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി എടുക്കണം. കൃത്യമായ ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ പോലീസ് നീങ്ങണം. പോലീസിൻ്റെ കടമ ചെയ്യുന്നോണ്ടായിരിക്കും ഈ ഒരു പ്രത്യാഘാതം. മനസ്സിലായില്ലേ? പോലീസ് ഇവരാദ്യം ഒരു കേസ് കൊടുത്തു. ആ കേസിനൊരു കഴമ്പില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഈ കുട്ടികൾ പോയി കേസ് കൊടുത്തപ്പോഴത്തേക്ക് അത് കേസ് എടുത്തത്. അല്ലാതെ കൗണ്ടർ കേസ് അവരെ പോലീസ് സ്റ്റേഷൻ എങ്ങനെ എടുക്കുന്നത്? അതും സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ നല്ല അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഇവരുടെയൊക്കെ എതിരെ ആക്ച്വൽ പ്രൂഫ് ഇല്ലാതെ ആരെങ്കിലും പോയി കേസ് എടുക്കുമോ? സോ ഐ തിങ്ക് സംതിങ് ഈസ് ഫിഷി. ഇനി ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥകൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഈ 3 കുട്ടികൾക്കും ഇവർക്കും മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഒരു ബിസിനസ് നടക്കുന്ന, അതിപ്പോൾ ട്രേഡിംഗ് ആവാം, അതിനിപ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രി ആകാം, എന്ത് ബിസിനസ് ചെയ്താലും അതിൽ ഇക്കാലത്ത് GST കാണും, ഇൻവോയ്സിങ് ചെയ്യുന്ന രീതി കാണും, സോഫ്റ്റ്വെയർസ് കാണും. അപ്പോൾ ഒരു 69 ലക്ഷം രൂപയൊക്കെ പറ്റിക്കുക, അല്ലെങ്കിൽ 69 ലക്ഷം രൂപ ഒരു സ്റ്റാഫിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സിൽ വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ ഇമ്പോസിബിളാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 69 lakhs. ഈസ് ഇറ്റ് എ ജോക്ക്? ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലുള്ള റിയാക്ഷനായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.